Today I am going to discuss few topics under the section Special Techniques for Calculating Electric Potentials. So first one is the properties of Laplace equation. We know Poisson's equation that is obtained from del dot E is equal to rho by epsilon 0, Gauss's law, and substitute for E is equal to minus gradient of potential. So then we will get Laplacian V is equal to minus rho by epsilon 0. This is Poisson's equation. If rho is equal to 0, source is equal to 0, right hand side is 0, del square V is equal to 0, that is called Laplace equation. In 3-dimension Cartesian coordinate system, Laplacian can be written as dou square V by dou x square plus dou square V by dou y square plus dou square V by dou z square, that is equal to 0. That is the Laplacian equation in Cartesian coordinate system in 3-dimension. So now let us analyze some of the properties of Laplace equation. ഇതിൽ ആദ്യം നമ്മൾ 1-dimensional കേസാണ് അനലൈസ് ചെയ്യുന്നത്. 1-dimensional കേസ് അതിനുശേഷം ആ പ്രോപ്പർട്ടീസ് 2-dimensionലേക്കും 3-dimensionലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കൺസിഡർ ലാപ്ലാസ് ഇക്വേഷൻ ഇൻ 1-dimension. 1-dimension നമുക്ക് എക്സ് ഡയമെൻഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരു ഡയമെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലാപ്ലാസ് ഇക്വേഷൻ ബിക്കം ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ, ഫസ്റ്റ് ടൈം മാത്രം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ. ഒരു വേരിയബിൾ മാത്രമുള്ളെങ്കിൽ ഫുൾ ഡെറിവേറ്റീവ് ആകും. ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഒരു ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എം എക്സ് പ്ലസ് ബി, എം എക്സ് പ്ലസ് സി അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ളൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. ഡയറക്റ്റ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വി ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി. സോ ഇവിടെ രണ്ട് കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്, എമ്മും ബിയും, സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും. അത് രണ്ടും നമുക്ക് ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് കൂടി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ വേണം. അപ്പോൾ so let us consider two boundary conditions. Let v equal to 4 at x equal to 0 and v equal to 0 at x equal to 4. അതായത് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 4ഉം ആണ് അതിൻ്റെ ബൗണ്ടറി എന്ന് വിചാരിക്കുക. ആ രണ്ട് സ്ഥലത്തും അതിൻ്റെ വാല്യൂസ് ഡിഫൈൻഡ് ആണ്. വി ഈസ് ഈക്വൽ ടു 4 ആണ് എക്സ് ഈക്വൽ ടു 0യിൽ, വി ഈക്വൽ ടു 0 ആണ് എക്സ് ഈക്വൽ ടു 4ൽ. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ ബ്ലൂ കളറിൽ ഉള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഈക്വൽ ടു 4 എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇക്വേഷൻ 6ൽ വി ഈക്വൽ ടു 4 എന്നും എക്സ് ഈക്വൽ ടു 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് 4 എന്ന് കിട്ടി. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ റെഡ് കളറിലുള്ളത് വി ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 4. അത് ഇക്വേഷൻ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 4 പ്ലസ് ബി ഓൾറെഡി നമുക്ക് കിട്ടി 4 ആണെന്ന് കിട്ടി. സോ ഇതിനെ -4 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ -4 വി ക്യാൻ ഗെറ്റ് എം ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോൺസ്റ്റൻസിനെ ഫിക്സ് ചെയ്യാം. സോ v is equal, so we got in the above boundary condition we got the constants m is equal to -1, b is equal to 4. So the solution become v is equal to -x plus 4. ഇതാണ് സൊല്യൂഷൻ. ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ -1 ആണ് ഇവിടുത്തെ സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്, 1 ആണ് വരുന്നത്. അപ്പോൾ 45 ഡിഗ്രിയിലാണ് അത് വരിക. പ്ലസ് വൈ ഇൻ്റർസെപ്റ്റ് 4 ആണ്. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു 45 ഡിഗ്രിയിൽ വരുന്ന -1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നത്. ഇനി അത് വൈ ഡയറക്ഷനിൽ വി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് 4 എന്നുള്ള പോയിന്റിലാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസാണ് ലാപ്ലാസ് ഇക്വേഷൻ്റെ പറയുന്നത് 1-dimensionൽ. ഫസ്റ്റ് വൺ ഈസ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് വി അറ്റ് എക്സ് പ്ലസ് ആർ പ്ലസ് വി അറ്റ് എക്സ് മൈനസ് ആർ. ഒരു ആവറേജിങ് തിയറാണ് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ അറ്റ് വൺ പോയിന്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ഈസ് ദി ആവറേജ് പൊട്ടൻഷ്യൽ at equidistant points to left and right of x. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ വി അറ്റ് 2 എന്നുള്ളൊരു പോയിന്റ് എടുക്കുകയാണ്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ്, അതിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ വി ഓഫ് എക്സ് ഈ പോയിന്റിൽ കിട്ടണമെങ്കിൽ അവിടെ നിന്ന് എക്സ് ഈക്വിഡിസ്റ്റൻറ്റ് പോയിന്റ്, ഇപ്പോൾ ഇവിടെ ഒരു 1 ആർ ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണ്. സോ വി അറ്റ് എക്സ് പ്ലസ് ആർ, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ വി അറ്റ് എക്സ് പ്ലസ് ആർ. എക്സ് പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1, ഇവിടെ എക്സ് ഈക്വൽ ടു 2 ആണ്, പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3. 3യിലെ വി എത്രയാണ്? ഈ ബ്ലൂ കളറിൽ കാണുന്നത് 1 ആണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. രണ്ടാമത്തേതോ വി അറ്റ് എക്സ് മൈനസ് 1, എക്സ് ഈക്വൽ ടു 2 ആണ്, -1 ആണെങ്കിൽ എക്സ് അറ്റ് വി അറ്റ് 1 ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ വാല്യൂ, പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 3 ആണ്. സോ 1 + 3 = 4. അതിൻ്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് 2. അപ്പോൾ ഇത് വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. സോ ദിസ് വിൽ ഡു ഫോർ എനി സൊല്യൂഷൻസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ആവറേജിങ് പ്രോപ്പർട്ടി.
The potential at a point represented by x is the average of potential at equidistant points. Okay. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ Laplace equation does not allow local maxima or minima at x. Extremum values of v must occur only at the end points. ഈ എക്സാമ്പിൾ കാണിച്ചതുപോലെ തന്നെ ഇതൊരു സ്ട്രേറ്റ് ലൈനാണ്. ഇവിടെ വേറെ മാക്സിമോ ലോക്കൽ മാക്സിമോ മിനിമോ ഇല്ല. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലോക്കൽ മാക്സിമ എന്ന് പറയാമെന്നോ അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ലോക്കൽ മിനിമ എന്ന് പറയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ലാപ്ലാസ് ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഈ ഫസ്റ്റ് കാര്യം തന്നെയാണ് ആവറേജിങ് തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ കാരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് വാല്യൂ കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്തെയും വാല്യൂസ് എടുത്ത് ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ മാക്സിമം വാല്യൂ ഇതിൽ മാക്സിമോ അല്ലെങ്കിൽ മിനിമോ കിട്ടാൻ പോകുന്നില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ മാക്സിമ അല്ലെങ്കിൽ മിനിമ വരുന്നത് ബൗണ്ടറിയിലാണ്. ഈ എക്സാമ്പിളിൽ തന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? മാക്സിമം വാല്യൂ 4 ആണ്. അത് വരുന്നത് എവിടെയാണ്? എൻ പോയിന്റിലാണ്. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലാണ്. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലാണ് മാക്സിമം വരുന്നത്. മിനിമം വന്നിരിക്കുന്നതോ മിനിമം വാല്യൂ എന്ന് പറഞ്ഞത് 0 തന്നെയാണ്. അതെവിടെ വന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 4 വന്നിരിക്കുന്നത്. അപ്പോൾ ബൗണ്ടറികളിലാണ് മാക്സിമം മിനിമം വരിക. അതിനിടയിൽ ഒരു ലോക്കൽ മിനിമം മാക്സിമം ഉണ്ടാവില്ല. അത് ലാപ്ലാസ് ഇക്വേഷൻ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് ആവറേജിങ് പ്രോപ്പർട്ടി ആൻഡ് ലോക്കൽ മിനിമം ആൻഡ് മാക്സിമം. ഇത് 1 ഡയമെൻഷണൽ കേസാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് 2 ഡയമെൻഷനിലേക്ക് 3 ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ എക്സും വൈയും രണ്ട് വേരിയബിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ ഡോ2 v ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ2 v ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതുപോലെ തന്നെ ഈ ആവറേജിങ് തിയറവും ലോക്കൽ മാക്സിമ തിയറും ഇതിലും അപ്ലിക്കബിൾ ആണ്. ഇവിടെ രണ്ട് വേരിയബിൾ വരുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ ഈ ആക്സിസ് ഒരു 2 ഡയമെൻഷണൽ പ്ലോട്ട് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇത് ഒരു ആക്സിസ് വൈയും ഒരു ആക്സിസ് എക്സും ആണ്. ഓക്കെ. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന് ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു സർക്കിളിലെ വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ അതിനപ്പുറത്ത് ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന 6 ഡിസ്റ്റൻസ് എവേ വരുന്ന ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ മതിയായിരുന്നു നമുക്ക് 1 ഡയമെൻഷൻ ആകുമ്പോൾ. 2 ഡയമെൻഷൻ ആകുമ്പോൾ 6 ഡിസ്റ്റൻസ് വരുന്ന എല്ലാ പോയിന്റ്സും എല്ലാ വാല്യൂസിൻ്റെയും ആവറേജ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആവറേജ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. So v at x comma y, v at some point is equal to 1 by 2 pi r integral v dot dl. എല്ലാ വാല്യൂസും എടുക്കാനായിട്ട് v dot dl ആവറേജ് ചെയ്യാനായിട്ട് 1 by 2 pi r ചെയ്യുന്നു. So the value of the potential at any point is the average of potential around the point. It's just an extension of 1 dimensional case to 2 dimension. ഇനി അതുപോലെ തന്നെ ലോക്കൽ മിനിമം മാക്സിമം ഇവിടെയും അപ്ലിക്കബിൾ ആണ്. cannot have local maximum or minimum. സെയിം തിങ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 3 dimension ഓൾസോ. 3 dimensional ആണെങ്കിൽ 3 കോർഡിനേറ്റും വരും. അവിടെ വോളിയം ഇൻ്റഗ്രലാണ് സർഫസ് ഇൻ്റഗ്രലാണ് പെർഫോം ചെയ്യേണ്ടത്. ഒരു സർഫസ് ആണ് അവിടെ വരുന്നത് 1 by 4 pi r സ്ക്വയർ ഇൻ്റഗ്രൽ ഓവർ എ സർഫസ് v dot dl. Now let us discuss an important theorem known as uniqueness theorem. We already applied this in the case of method of images. അവിടെ നമ്മളത് സ്റ്റേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതെന്താണെന്ന് നമുക്കിവിടെ കാണാം. So this is a statement. According to uniqueness theorem, the solution of Poisson's equation or Laplace equation that satisfies a given boundary condition is unique. Unique solution. അതാണ്. അതായത് പോയ്സോൺസ് ഇക്വേഷൻ്റെ ലാപ്ലാസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് യുണീക്കാണ്. വേറെ ഒന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട. ദിസ് മീൻസ് ദാറ്റ് the solution of electrostatic problem satisfying this boundary condition is only possible solution. ആ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഈ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ആ സൊല്യൂഷനിൽ എത്തിച്ചേരുന്നു എന്നുള്ളതല്ല നമുക്ക് ഗസ് ചെയ്യാം, നമുക്കൊരു എങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ സൊല്യൂഷൻ കിട്ടാം. ആ സൊല്യൂഷൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് സാറ്റിസ്ഫൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ, രണ്ട് സൊല്യൂഷൻസ് ഓഫ് ലാപ്ലാസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദി ഓൺലി പോസിബിൾ സൊല്യൂഷൻ. ഇറസ്പെക്റ്റീവ് ഓഫ് ദി മെത്തേഡ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളത് വിഷയമല്ല. അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഇമേജസിൽ കണ്ടത്. നമ്മളൊരു മെത്തേഡ് ഓഫ് ഇമേജസ് എന്നുള്ള ഒരു ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു, ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ദെൻ ദാറ്റ് ഈസ് സൊല്യൂഷൻ. സോ അത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന കേസുകൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു. സോ ആക്ച്വലി ദർ ആർ two uniqueness theorem. First uniqueness theorem നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ലാപ്ലാസ് ഇക്വേഷൻ ഇൻ സം റീജിയൻ ഈസ് യുണീക്ലി ഡിറ്റർമിൻഡ്
if the value of the potential is specified function on all boundary condition. ഇപ്പോൾ രണ്ട് കാര്യമാണ് നേരത്തെ പറഞ്ഞത് തന്നെ, ഒന്ന് ലാപ്ലാസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, രണ്ട് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ യുണീക്ക് സൊല്യൂഷൻ, ദാറ്റ് ഈസ് യുണീക്ലി ഡിറ്റർമിൻ. വി ക്യാൻ പ്രൂവ് ദാറ്റ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അതിൻ്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യം അസ്യൂം ചെയ്യുകയാണ്, ദെൻ അതില്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് there are two solutions V1 and V2. അങ്ങനെ ഇല്ല, യുണീക്ക് സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ രണ്ട് സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യണം, അവസാനം അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഈ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സെയിം ബൗണ്ടറി കണ്ടീഷൻ, രണ്ട് സൊല്യൂഷൻ സെയിം ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം അത് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇത് രണ്ടും ലാപ്ലാസ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്, ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ del square V1 is equal to 0, second equation del square V2 is equal to 0. Now we define a third function V, which is the difference of first two functions, V1 and V2, difference of two potential. In Laplace equation del square V എഴുതാണെങ്കിൽ del square V1 minus V2 that is equal to del square V1 minus del square V2 is equal to 0. So ഈ V എന്നുള്ള ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. del square V is equal to 0. എന്താണ് V? ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ. അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബൗണ്ടറി അറ്റ് ദ ബൗണ്ടറി V ഈസ് സ്പെസിഫൈഡ്. എന്താണ്, ഒരു ബൗണ്ടറിയിൽ നമ്മൾ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ V1 ഉം V2 സെയിം ആണ്. അതായത് ഈ രണ്ട് സൊല്യൂഷനാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. ഒന്ന് ഈ റെഡ് കളറിൽ കാണുന്നതാണ് V1 എന്ന് വിചാരിക്കുക, ബ്ലൂ കളറിൽ കാണുന്നതാണ് V2. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ രണ്ട് ബൗണ്ടറിയിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ ഒരു പൊട്ടൻഷ്യലേ ഉള്ളൂ. V1 ആയിക്കോട്ടെ V2 ആയിക്കോട്ടെ, ഇത് രണ്ട് എൻഡ് പോയിന്റ്സിൽ രണ്ടുപേരും മെർജ് ചെയ്യണം, സെയിം ആയിരിക്കണം. അപ്പോൾ ഈ പോയിന്റിൽ, ഗ്രീൻ പോയിന്റിൽ, ഈ പറയുന്ന പോയിന്റിൽ V1 ഉം V2 മാച്ച് ചെയ്യണം. അങ്ങനെ V1 V2 മാച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും സെയിം ആണെങ്കിൽ എന്തായിരിക്കും V എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ആണ്, 0 ആണ്. അപ്പോൾ V ഈ ബൗണ്ടറിയിലും 0 ആണ്, ഈ ബൗണ്ടറിയിലും 0 ആണ്. അപ്പോൾ രണ്ട് ബൗണ്ടറിയിലും V 0 ആണ്. അതായത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ, ബൗണ്ടറിയിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ടെന്ന് എന്ത് പറഞ്ഞാലും ബൗണ്ടറിയിൽ അതിൻ്റെ വാല്യൂ സെയിം ആണ്, അവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ അറ്റ് ദ ബൗണ്ടറി at the boundary potential is specified, V1 must equal to V2. So therefore V is equal to V1 minus V2, that is equal to 0. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഇപ്പോൾ കാണിച്ചായിരുന്നു, ലാപ്ലാസ് ഇക്വേഷൻ V എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ഈ ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ ബൗണ്ടറിയിൽ വാല്യൂസ് സ്പെസിഫൈഡ് ആണ്. എത്രയാണ് വാല്യൂ? അതിൻ്റെ ബൗണ്ടറിയിലെ വാല്യൂ 0 ആണ്. ഈ രണ്ട് പോയിന്റിലും V 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ? V is equal to 0 എവരിവെയർ. എന്തുകൊണ്ടാണ്? നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ്റെ പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ലാപ്ലാസ് ഇക്വേഷൻ ഡു നോട്ട് അഡ്മിറ്റ് മാക്സിമ ഓർ മിനിമ. അതായത് രണ്ട് ബൗണ്ടറിയിലും അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പിന്നെ അതിന് കൂടാനോ കുറയാനോ പറ്റില്ല, 0യിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നിന്ന് കൂടി ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്ന് കുറഞ്ഞ് ഇങ്ങോട്ട് വരാനോ പറ്റില്ല. ലാപ്ലാസ് ഇക്വേഷൻ്റെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഡു നോട്ട് അലൗ ലോക്കൽ മാക്സിമ ഓർ മിനിമ. ഒരുപക്ഷെ ഇവിടെയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ രണ്ട് ബൗണ്ടറിയിലും നമ്മൾ ഈ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എടുത്തിരിക്കുന്ന V 0 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു നമ്മൾ കണ്ടു. അതുകൊണ്ട് V എല്ലായിടത്തും 0 ആയിരിക്കണം. ഇനി V എല്ലായിടത്തും 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? V1 ഈക്വൽ ടു V2 എവരിവെയർ, അല്ലേ? എല്ലായിടത്തും ഈ V 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ V എന്താണ്? ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് എല്ലായിടത്തും 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് V1 minus V2 is equal to 0 means V1 is equal to V2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ യുണീക്ക് സൊല്യൂഷൻ. നമ്മൾ അസ്യൂം ചെയ്ത് രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്നാണ്, പക്ഷേ ആ രണ്ട് സൊല്യൂഷൻ സെയിം ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ആർഗ്യുമെൻറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ V1 ഈക്വൽ ടു V2. സോ ഫസ്റ്റ് യൂണിക്ക്നെസ് തിയറം നമുക്ക് എൻഷുർ ചെയ്യുകയാണ്. ബൗണ്ടറിയിൽ ലാപ്ലാസ് രണ്ട് കാര്യങ്ങളാണ്. ബൗണ്ടറിയിൽ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, രണ്ടാമത്തത് ബൗണ്ടറിയിൽ വാല്യൂസ് സ്പെസിഫൈഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ പോയ്സോൺസ് ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. del square V1 is equal to minus rho by epsilon 0. അതുപോലെ തന്നെ V2 സൊല്യൂഷൻ ആണെങ്കിൽ del square V2 is equal to minus rho by epsilon 0. V ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽസ്. then del square V is equal to del square V1 minus del square V2. രണ്ടും so minus rho by epsilon 0 minus rho by epsilon 0, that is equal to 0. So Laplace equation സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബൗണ്ടറിയിൽ വാല്യൂ സ്പെസിഫൈഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ V1 ഈക്വൽ ടു V ഉണ്ട്. അപ്പോൾ പോയ്സൺ ഇക്വേഷൻ ആയാലും ലാപ്ലാസ് ഇക്വേഷൻ ആയാലും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്?
അഡ്വാൻറ്റേജ് ഇതാണ്, യുണീക്നെസ് തിയറം ഈസ് എ ലൈസൻസ് ടു യുവർ ഇമാജിനേഷൻ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ യു കെയിം ബൈ യുവർ സൊല്യൂഷൻ. എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേ വേണ്ട. നമ്മൾ അസംഷൻ, ഇൻഡ്യൂഷൻ എന്ത് വേണമെങ്കിലും നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോ. രണ്ട് കാര്യങ്ങളാണ്, ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലാസ് ഇക്വേഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് ദി കറക്റ്റ് വാല്യൂ അറ്റ് ദ ബൗണ്ടറീസ് ദെൻ ദാറ്റ് ഈസ് റൈറ്റ്. അത് കറക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഈ ഒരു യുണീക്നെസ് തിയറമാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഇമേജസിൽ ഉപയോഗിച്ച് എന്തായിരുന്നു നമ്മൾ ചെയ്തത്. മെത്തേഡ് ഓഫ് ഇമേജസിൽ നമ്മൾ ആ ഒരു ഇമേജ് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അറിയില്ലായിരുന്നു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഈ രണ്ട് ചാർജുകൾ ഈക്വൽ സ്പേസിൽ -d സ്പേസിൽ വെച്ചിരിക്കുന്ന അതിന് ഈക്വാലൻ്റാണ് നമ്മൾ അസ്യൂം ചെയ്തു. അതിനെന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു ലോജിക്കും ഇല്ല. പക്ഷേ അത് അങ്ങനെ നമ്മൾ ചെയ്ത് കിട്ടിയ ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പൊട്ടൻഷ്യൽ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ദെൻ യുണീക്നെസ് തിയറം അഷ്യൂർസ് us that is the correct solution. So there is no limit to your imagination, or uniqueness theorem gives a license to your imagination to find the potential. Okay. Second is uniqueness theorem in the case of conductor, that is known as second uniqueness theorem, that I will discuss in the next class.